ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പറയുന്ന ഒരു ഡൗട്ടാണ് ഫ്രീ ഫയർ ബാനായോ എന്നാണ് ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കുന്നത്. നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഫ്രീ ഫയർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ കാണാൻ സാധിക്കുന്നില്ല. ഫ്രണ്ട്സ്, ബാനൊന്നും ആയിട്ടില്ല, നമുക്ക് ഫ്രീ ഫയർ പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ മാക്സ് ഗെയിമും കാണാൻ സാധിക്കുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ. ഇനി അഥവാ ബാനായിരുന്നെങ്കിൽ നമ്മുടെ ചാനലുകളായ ഏഷ്യനെറ്റ്, മനോരമ ന്യൂസ്, 24 ന്യൂസ്, പിന്നെ റിപ്പോർട്ടർ TV തുടങ്ങിയ എല്ലാ ചാനലുകളും ഇതൊക്കെ പറഞ്ഞേനെ, അതായത് ന്യൂസ് ഉണ്ടായേനെ. അഥവാ ബാനായിരുന്നെങ്കിൽ എല്ലാ ന്യൂസ് ചാനലുകളും ഈ ബാനായി എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചേനെ ഈ ന്യൂസ് ഒക്കെ പറയാൻ വേണ്ടി. നമ്മളെല്ലാവരും ന്യൂസ് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെയൊന്നും നമുക്ക് ഇതുവരെയും ന്യൂസ് ഒന്നും വന്നിട്ടില്ല ഫ്രീ ഫയർ ബാനായി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഫൈറ്റ് ആണ് ഗൈസ്, അതായത് ക്രാഫ്റ്റ് ആണ്, അതായത് ഫ്രീ ഫയറും പബ്ജിയും തമ്മിലുള്ള ഫൈറ്റ് ആണ്, BGMയും തമ്മിലുള്ള ഫൈറ്റ് ആണ്. BGMA പറയുന്നത് അവരുടെ ഗെയിം അത് നമ്മുടെ ഫ്രീ ഫയർ കോപ്പി അടിച്ചിരിക്കുകയാണെന്നാണ് ഫ്രണ്ട്സ് ഇവിടെ പബ്ജി BGMA പറയുന്നത്. എന്നിട്ട് അവരൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഫ്രണ്ട്സ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ ക്രാഫ്റ്റോൺ ചോദിച്ചിരിക്കുകയാണ് ഗൂഗിളിനോടും ആപ്പിളിനോടും, എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ എന്ന ഗെയിം നിങ്ങൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഈ ഒരു ഗെയിം ഒരു കോപ്പി, അതായത് BGMAയുടെ കോപ്പി എന്നാണ് ഫ്രണ്ട്സ് ഇവർ പറയുന്നത്. BGMAയുടെ ക്രാഫ്റ്റോൺ എന്ന കമ്പനി നമ്മുടെ ഗെറിനയോട് അവർക്ക് നഷ്ടപരിഹാരമായ കുറച്ച് തുക വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫണ്ട് BGMA കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഗൈസ്, അതായത് ഓൾഡ് ബണ്ടിൽസ് ഒക്കെ, റെയർ ബണ്ടിൽസ് ഒക്കെ ഫ്രീ ഫയർ തിരിച്ചു കൊണ്ടുവന്നത്. ക്രിമിനൽ ബണ്ടിലും ഡ്രാഗോ AKയും എവോഎം ടണൊക്കെ തിരിച്ചു വന്നത് നമുക്ക് ആ ഒരു ഫണ്ട് അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് മാത്രമല്ല BGMAക്ക് നഷ്ടപരിഹാര തുക കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഫ്രീ ഫയർ ഇതുവരെയും നമ്മുടെ ഇന്ത്യയിൽ ബാൻ ആയിട്ടില്ല. ഇത് ജസ്റ്റ് അതായത് BGMAയും നമ്മുടെ ഗെറീന ഫ്രീ ഫയറും തമ്മിലുള്ള ഒരു സീനാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് സ്പോർട്സ്, അതായത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ വളർത്തും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയെ വളർത്താനായിട്ട്, ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, അത് മാത്രമല്ല നല്ല രീതിയിലൊക്കെ പിങ് ഒക്കെ ചെയ്യുന്ന നല്ല മാസമായിട്ടുള്ള ഒരു ഗെയിം, അതായത് മൊബൈൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ സ്പോർട്സിൽ. ക്രാഫ്റ്റോൺ പോലും ഫ്രീ ഫയറിനെതിരായിട്ട് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഫ്രീ ഫയർ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവർ ജസ്റ്റ് നഷ്ടപരിഹാര തുകയാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് പബ്ജിയുടെ കോപ്പിയാണ് ഫ്രീ ഫയർ എന്നാണ് ഫ്രണ്ട്സ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഫണ്ട് വേണം, അതാണ് ഫ്രണ്ട്സ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിൽ 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്തോ ഉള്ളത് നമ്മുടെ ടോട്ടൽ ഗെയിമിംഗ് ആണ്, അതായത് ഫ്രീ ഫയർ യൂട്യൂബറാണ്. ഫ്രീ ഫയറിലെ സ്പോർട്സ് ടൂർണമെന്റിലൊക്കെ ലൈവ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ലൈവിന് 1.9 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വാട്സാപ്പിലേക്ക് കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീ ഫയർ ബാൻ ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു എഴുതി വെച്ചേക്കുന്ന ഒരു വാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. അതൊക്കെ ചുമ്മാ ഏതെങ്കിലും ഒരു ഫ്രീ ഫയർ ഹേറ്ററൊക്കെ വന്നിട്ട് ചുമ്മാ എഴുതി വെച്ചിട്ട് ചുമ്മാ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും റിയൽ ആവില്ല. എയർടെൽ ഇന്റർനെറ്റ് വഴി എന്തായാലും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് ജിയോ വഴിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫ്രീ ഫയർ കളിക്കാൻ സാധിക്കുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രീ ഫയറിന് ബാൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സിം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എന്തായാലും നമ്മുടെ ഫ്രീ ഫയർ ബാൻ ഒന്നും ആവില്ല, തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അഭിപ്രായം, താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.